ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഇൻകം എന്താണെന്നുള്ളത്. അഗ്രികൾച്ചറൽ ഇൻകം സെക്ഷൻ 2 സബ്സെക്ഷൻ 1A. Agricultural income received by an assessee in India for the previous year is exempted from tax. അതായത് ഒരു അസസിയുടെ ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്, എക്സംപ്റ്റഡ് ആണ്. എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന ഹെഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് which is situated in India and is used for agricultural purposes. അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഭൂമിയിൽ നിന്നുള്ള വരുമാനം, റെൻറ്റ് ഓർ റവന്യൂ ഏതാണ്, അഗ്രികൾച്ചറൽ ഇൻകം എന്ന ഹെഡിൽ വരുന്നതാണ്. നെക്സ്റ്റ്, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് so as to render it fit for the market or sale of such product. അതായത് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാൻഡ്, ബിൽഡിങ് ഒക്കെ, അതുപോലെ അത് ഉണക്കി സൂക്ഷിക്കുന്നതിന് സ്റ്റോറേജുകൾ, വെയർ ഹൗസുകൾ, ഇങ്ങനെ വരുന്ന എല്ലാം അത് സിറ്റുവേറ്റ് ചെയ്യുന്ന ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ബിൽഡിങ്, ലാൻഡ് തുടങ്ങിയവയിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനം ഒക്കെ എന്താണ്, ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരുന്നതാണ്. നെക്സ്റ്റ്, എനി ഇൻകം ആട്രിബ്യൂട്ടബിൾ ടു എ ഫാം ഹൗസ് സബ്ജക്റ്റ് ടു എ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സർട്ടൻ കണ്ടീഷൻസ് സ്പെസിഫൈഡ് ഇൻ ദിസ് റിഗാർഡിംഗ് സെക്ഷൻ 2(1)A. ഫാം ഹൗസ് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 1A വരുന്നത്. ഈ കൃഷിയായിട്ട് റിലേറ്റഡ് ഉള്ളതായിരിക്കും ഈ ഫാം ഹൗസൊക്കെ അല്ലേ. ഈ ഫാം ഹൗസുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതൊക്കെ എന്താണ്, ഈ ഒരു ഹെഡിൽ വരുന്നതാണ്. നെക്സ്റ്റ്, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സാപ്ലിംഗ് ഓർ സീഡ്ലിംഗ് ഗ്രോൺ ഇൻ എ നഴ്സറി ഷാൾ ബി ഡീംഡ് ടു ബി അഗ്രികൾച്ചറൽ ഇൻകം. അതായത് ചെടികൾ, തൈകളൊക്കെ വളർത്ത, വിത്ത് മുളപ്പിച്ച് തൈകളാക്കുന്ന നഴ്സറികൾ അല്ലേ, അതിൽ നിന്നുള്ള വരുമാനം അതൊക്കെ എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം എന്ന ഹെഡിൽ വരുന്നതാണ്. എക്സാമ്പിൾ, സെയിൽ ഓഫ് റീപ്ലാന്റഡ് ട്രീസ്, സെയിൽ ഓഫ് സീഡ്സ്, ഇൻകം ഫ്രം ഗ്രോയിങ് ഫ്ലവേഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളുകളാണ്. ഇപ്പോൾ പൂച്ചെടികൾ വിൽക്കുന്നത്, അതുപോലെ വിത്ത് വിൽക്കുന്നത്, അതുപോലെ തൈകൾ വിൽക്കുന്നത്, ഇതൊക്കെ എന്താണ്, ഈ ഒരു അഗ്രികൾച്ചറൽ ഇൻകം എന്ന ഹെഡിൽ വരുന്നതാണ്. അപ്പോൾ എത്രയാണ് അഗ്രികൾച്ചറൽ ഇൻകം ത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ തീർന്നു. അതിൽ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു 2 പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് വൺ, Mr. Christie left for France on 15 February 2019 after having lived here for 21 years. He returned to India on 1st October 2020, ascertained his residential status for the previous year relevant to the assessment year 2021 to 22. അതായത് മിസ്റ്റർ ക്രിസ്റ്റി 21 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം 15 ഫെബ്രുവരി 2019 ഫ്രാൻസിലേക്ക് തിരിച്ചുപോയി. വീണ്ടും അയാൾ 1st ഒക്ടോബർ 2020 വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കണ്ടെത്താണ് വേണ്ടത്. ഓക്കെ, നോക്കി നോക്കാം. ക്രിസ്റ്റി വാസ് ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് എക്സീഡിങ് 182 days during the previous year 2020-21. 2020-21 അയാൾ 182 ഓർ മോർ ഡേയ്സ് ഇന്ത്യയിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഹീ സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 183 days ഫ്രം 1st October 2020 to 31st March 2021. അതായത് 1st October 2020 മുതൽ അയാൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1st ഒക്ടോബർ ആണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ അയാൾ ഇന്ത്യയിലുണ്ട് പ്രീവിയസ് ഇയറിൽ അല്ലേ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 2020-21 ആണ്. അതിൽ അയാൾ 1st ഒക്ടോബർ മുതൽ 31st March 2021 വരെ ഇന്ത്യയിലുണ്ട്.
അപ്പോൾ 6 മാസം അയാൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ 183 days അയാൾ ഇവിടെ ഉണ്ട്. ദസ് ഹീ ഫുൾഫിൽസ് വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ അയാൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ടു ബിക്കം ആൻ ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഹീ ഷുഡ് ഫുൾഫിൽ 2 അഡീഷണൽ കണ്ടീഷൻസ്. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ അയാൾക്ക് 2 അഡീഷണൽ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ദി ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ ദാറ്റ് ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഇൻ അറ്റ്ലീസ്റ്റ് 2 out of 10 years preceding year. അപ്പോൾ പ്രിസീഡിങ് 10 പ്രീവിയസ് ഇയറിൽ അയാൾ 2 years എങ്കിലും ഇന്ത്യയിലുണ്ടായിരിക്കണം അല്ലേ? 21 years അയാൾ ഇന്ത്യയിൽ ജീവിച്ചതിന് ശേഷം മാത്രമാണ് അയാൾ ഫ്രാൻസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ 2 years അയാൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ദി സെക്കൻഡ് കണ്ടീഷൻ ദാറ്റ് ദി ഇൻഡിവിജ്വൽ ഹാസ് ഡ്യൂറിങ് ദി 7 previous years preceding that year been in India for a period of or period amount in all to 730 days or more are fulfilled. അപ്പോൾ 7 previous ഇയറിൽ 730 days എങ്കിലും ഉണ്ടായിരിക്കണം, അതും അയാൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ദസ് ഹീ ഫുൾഫിൽസ് ബോത്ത് ദി കണ്ടീഷൻസ്. അതുകൊണ്ട് 2 കണ്ടീഷൻസും അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദസ് ഹീ ഈസ് എ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഓർഡിനറി റെസിഡൻ്റാണ് മിസ്റ്റർ ക്രിസ്റ്റി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ഫോർ ദി കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ 2021-22 in the following case. Mr. Shahrukh is a citizen of India. He left to Japan on 6th May 2020 and did not return to India till the end of the financial year 2020-21. അതായത് ഷാരൂഖ് ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാൾ 6th May 2020 ജപ്പാനിലേക്ക് പോയി. ഈ 2020-21 ലാസ്റ്റ് വരെയും അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ എന്ന് മുതലാണ് തുടങ്ങുന്നത്? 2020-21 ആണ് അല്ലേ? 2020-21 അയാൾ എത്ര ദിവസം ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. 6th May 2020 അയാൾ പോയത് അല്ലേ? അപ്പോൾ ആ ഇയർ തുടങ്ങുന്നത് എന്നാണ്? ഏപ്രിൽ മുതലാണ്. ഫസ്റ്റ് ഏപ്രിൽ 2020 മുതൽ 31st March 2021 വരെയാണ് ഇയർ വരുന്നത് അല്ലേ? പ്രീവിയസ് ഇയർ വരുന്നത്. അപ്പോൾ അയാൾ അവിടെ ഉള്ളത് എന്നൊക്കെയാണ്? ഏപ്രിലും ഉണ്ട്, മെയ്യിലും ഉണ്ട്. ഏപ്രിൽ 30 ദിവസമുണ്ട്. 6th May മെയ്യിൽ 6 ദിവസമാണ് അയാൾ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ടോട്ടൽ ഏപ്രിൽ 30, മെയ്യിൽ 6, അപ്പോൾ ടോട്ടൽ 36 days ആണ് അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് അല്ലേ? നോക്കി നോക്കാം. ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ 2020-21 മിസ്റ്റർ ഷാരൂഖ് ഹാസ് ലീവ്ഡ് ഇൻ ഇന്ത്യ ജസ്റ്റ് ഫോർ 36 days. 36 ദിവസം മാത്രമാണ് അയാൾ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഹി ഹാസ് നോട്ട് സാറ്റിസ്ഫൈഡ് എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ. അപ്പോൾ 2 ബേസിക് കണ്ടീഷനും അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? 182 days ഓർ മോറില്ല, 60 days, അതുപോലെ 365 days ഒന്നും അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബേസിക് കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾ അഡീഷണൽ കണ്ടീഷൻസും അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എന്താ പറഞ്ഞാൽ ഹി ഹാസ് നോട്ട് സാറ്റിസ്ഫൈഡ് എനി ഓഫ് ദി 2 basic conditions ആസ് പെർ സെക്ഷൻ 6 subsection 1 ആൻഡ് ഹാൻസ് ഹി ഈസ് ട്രീറ്റഡ് ആസ് നോൺ റെസിഡൻറ്റ് ഫോർ ടാക്സ് പർപ്പസ്. അതുകൊണ്ട് അയാൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? നോൺ റെസിഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. 2 കണ്ടീഷൻസും അയാൾ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല അയാൾക്ക്. അതുകൊണ്ട് തന്നെ അയാൾ നോൺ റെസിഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.